ഇനി ഇന്ന് നടന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ തൃശ്ശൂരിലെ വീടിന് സമീപം ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. അയൽവാസിയുടെ വീടിന് മുന്നിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. പക്ഷേ അത് തന്നെ ലക്ഷ്യമാക്കി ആസൂത്രിതമായി നടന്ന ആക്രമണമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. റോഡിൽ അതിശക്തമായിട്ടുള്ളൊരു സ്ഫോടന ശബ്ദമാണ് ഉണ്ടായത്. അത് ഞാൻ മാത്രമല്ല, ഓപ്പോസിറ്റ് വീട്ടിലെ എല്ലാ ആളുകളും വാതിൽ തുറന്ന് പുറത്തിറങ്ങി ശക്തിയായിട്ട് ഇത് പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഏത് വാഹനത്തിലാണ് ഇവർ വന്നത് എന്നുള്ളത് നമുക്കാർക്കും കാണാനായിട്ട് പറ്റിയില്ല. ഇത് ചെയ്തത് ആരാണെങ്കിലും അവരെ കണ്ടെത്തണം പോലീസ് അധികാരികൾ എന്നുള്ളതാണ് നമ്മുടെ മിനിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തിയിട്ടുള്ളത്? അതല്ലേ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഫോടനം നടത്താൻ അതിൻ്റെ പിറകിൽ ആരാണ്? പോലീസ് ഈ വിഷയത്തിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പരിശോധന. ലെവിൻ കെ വിജയനുണ്ട് നമുക്കിപ്പം. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഈ ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ അനുസരിച്ച് തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ള സ്ഫോടനമാണോ എന്ന് പറയുന്നു. ഇതെപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? വിഷയത്തിലെ പോലീസ് വിശദീകരണം എന്താണ്? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചിട്ടുണ്ടോ പോലീസ് ഇതിനകം? സേതു, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 10:45 കൂടിയാണ് ശോഭാ സുരേന്ദ്രന്റെ തൃശ്ശൂർ അയ്യന്തോളിലെ വീടിന് മുന്നിൽ സ്ഫോടനം നടക്കുന്നത്. ശോഭയുടെ വീട്ടിലേക്ക് അല്ല ഈ ആളുകൾ അജ്ഞാതർ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. എത്തിയതും ശോഭയുടെ വീടിനോട് ചേർന്ന് തൊട്ടടുത്ത് അയൽവാസിയായിട്ടുള്ള ആളുടെ വീട്ടിലേക്ക് ഈ പടക്കം പോലുള്ള ഒരു സ്ഫോടക വസ്തു എറിയുന്നതും സാധാരണ പടക്കത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായ അത് വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ശോഭ അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഈ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് പ്രദേശവാസികൾക്ക് പടക്കം പൊട്ടിയതല്ല എന്നും ബോംബായിരുന്നു അല്ലെങ്കിൽ ബോംബിന് സമാനമായ ഒരു സ്ഫോടക വസ്തു ആയിരുന്നു എന്നുള്ളതും മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ഈ പ്രദേശത്ത് ഒരു സംശയകരമായ രീതിയിൽ ഒരു കാറ് കണ്ടെത്തിയതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് BJP നേതാക്കൾ കൂടി ഈ ശോഭയുടെ വീട്ടിലേക്ക് എത്തുകയും അവർ പരാതി അറിയിച്ചതിനെ തുടർന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ചെയ്തു. മറ്റ് സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഏതായാലും സംഭവത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. വിശദമായ ഒരു അന്വേഷണം. ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപമുണ്ടായ പൊട്ടിത്തെറി, ഇതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.